മദ്യം വിഷമാണ്. കുടിക്കാൻ വലിയ വിഷമമില്ലെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. കരൾ പോകും, കുടുംബം പോകും, പിന്നെ പോലീസും പിടിക്കും. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങളുടെ പള്ളി വികാരിയാണ്. ഒരു ഞായറാഴ്ച കുർബാനയ്ക്കിടെ ഞങ്ങളുടെ പള്ളി വികാരി റവറന്റ് ഫാദർ ജെയിംസ് ആനക്കാട്ടിൽ മദ്യപാനത്തിലെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വികാരത്തിനായി പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ആരും തന്നെ ആ പണിക്ക് പോയിട്ടില്ല. അതെ, പിന്നെ ഈ നിമിഷം വരെ ഞങ്ങൾ ആരും പള്ളിയിൽ പോയിട്ടില്ല. ഇത് ഞങ്ങൾ മദ്യപാനികളായ കഥയല്ല, ഞങ്ങളെല്ലാവരും തോപ്പൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ തോപ്പിൽ ജോപ്പന്റെ കഥയാ. വെറും കഥയല്ല, ജോപ്പന്റെ പ്രണയ കഥ. ഞങ്ങളുടെ തോപ്രാംകുടിയിലെ കബഡി ടീമിന്റെ സ്ഥാപകനും കബഡി ആചാര്യനുമായിരുന്നു പാപ്പിച്ചായൻ. പാപ്പിച്ചായന്റെ മാനസപുത്രനും തോപ്രാംകുടിയുടെ സ്റ്റാർ പ്ലെയറുമായിരുന്നു ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ചോപ്പൻ. ഞാനും അരവിന്ദനും മാത്തനും ചോപ്പന്റെയും പാപ്പിച്ചായന്റെയും കടുത്ത ആരാധകരായിരുന്നു. അവരുടെ തകർപ്പൻ പ്രകടനങ്ങളും വിജയങ്ങളും കണ്ട് ഞങ്ങൾ 3 പേരും അവരുടെ ടീമിലും ജീവിതത്തിലും അംഗങ്ങളായി മാറി. ആ വർഷം നെടുങ്കണ്ടത്ത് നടന്ന ഉലഹന്നാൻ കപ്പ് മടിച്ചുകൊണ്ട് ഞങ്ങളുടെ തോപ്രാംകുടി ടീം ജയിച്ചു വരുന്ന വകയിലാണ് ആദ്യമായി ജോപ്പൻ ആനിയെ കണ്ടത്. ഞങ്ങളുടെ നാട്ടിൽ പുതിയ എസ്റ്റേറ്റ് സൂപ്രണ്ടായി വന്ന കുര്യാക്കോസ് സാറിന്റെ മകളായിരുന്നു ആനി. എല്ലാ പ്രണയകഥയിലെയും പോലെ ആനിയെ കണ്ടപ്പോൾ ഫസ്റ്റ് ലുക്കിൽ തന്നെ ജോപ്പൻ ഫ്ലാറ്റായി. ആനിയെ വീഴ്ത്താൻ ജോപ്പൻ പഠിച്ച പണി 18 നോക്കിയിട്ടും അവൾ വീണില്ല. ജോപ്പന്റെ വിളി ആനി കേട്ടില്ലെങ്കിലും ഡിങ്കൻ കേട്ടു. നമ്മുടെ പഴയ ബാലമംഗലത്തിലെ ഡിങ്കൻ. ഡിങ്കൻ വായിച്ച് രസിച്ച ആനിയുടെ ആങ്ങള ജോജിമോൻ മരത്തിന്റെ മുകളിൽ നിന്നും ആവേശത്തോടെ വിളിച്ചുകൂവി, പക്ഷേ രക്ഷിക്കാൻ ഡിങ്കൻ വന്നില്ല. പകരം ജോപ്പൻ വന്നു. പൊന്നാങ്ങളയ്ക്ക് പരുക്കുപറ്റിയെന്ന് പറഞ്ഞ് ആനിയും അപ്പച്ചനും അമ്മച്ചിയും ആശുപത്രിയിലെത്തി. കൃത്യസമയത്ത് ജോജിമോനെ ജോപ്പനാണ് ഇവിടെ എത്തിച്ചതെന്ന് ഡോക്ടറിൽ നിന്ന് അവരറിഞ്ഞു. അങ്ങനെ ആദ്യമായി നമ്മുടെ ജോപ്പന് ആനി കടാക്ഷൻ ലഭിച്ചു. നാട്ടിൽ പാട്ടായ പ്രണയം വൈകാതെ വീട്ടിൽ ഉറഞ്ഞു. അഭിമാനിയും അല്ലേ വേണ്ട മഹാചൂടനുമായിട്ടുള്ള ചാണ്ടിച്ചൻ നാടകത്തിലെ വില്ലനെ പോലെ ജോപ്പന്റെ കവളിൽ ആഞ്ഞടിച്ചു. ആദ്യം സ്വന്തമായിട്ട് 10 കാശുണ്ടാക്കണം, എന്നിട്ട് പോയി പ്രേമിക്ക. അപ്പന്റെ ചെലവിൽ നീ പ്രേമിക്കണ്ട, കാണും കേട്ടവൻ. സിനിമകളിലും ജീവിതത്തിലും ചില ക്ലീഷേ ഇങ്ങനെയാണ്. അഭിമാനിയായ തോപ്പിൽ ചാണ്ടിച്ചന്റെ മകൻ ജോപ്പൻ അന്ന് രാത്രി ഒരു തീരുമാനമെടുത്തു. നാടുവിടാൻ, വലിയ പണക്കാരനായി തിരിച്ചു വരാൻ. പണമുണ്ടാക്കി താൻ തിരിച്ചു വരും, നീ കാത്തിരിക്കണം എന്ന് ആനിയോട് പറഞ്ഞ് ജോപ്പൻ വിദൂരതയിലേക്ക് നടന്നകന്നു. ജോപ്പനില്ലാത്ത ഞങ്ങളുടെ കബഡി ടീം സച്ചിനില്ലാത്ത ഇന്ത്യൻ ടീം പോലെയായി. നിരന്തരമായ തോൽവികൾക്കും വീഴ്ചകൾക്കും ഇടയിൽ ഞങ്ങൾ വളർന്നു. ജോപ്പിനു വേണ്ടിയുള്ള കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കുമിടയിൽ ആനിയും വളർന്നു. പെട്ടെന്നായിരുന്നു ആനിയുടെ അപ്പച്ചൻ കുര്യാക്കോസ് സാറിൻ്റെ മരണം. കുര്യാക്കോസ് സാറിൻ്റെ മരണം ആനിയെയും അമ്മച്ചിയെയും ജോജിമോനെയും അനാഥരാക്കി. അപ്പച്ചൻ്റെ മരണത്തോടുകൂടി ആരുമില്ലാണ്ടായ ആനിയെയും കുടുംബത്തെയും ആനിയുടെ അമ്മച്ചിയുടെ ആങ്ങളമാർ അവരുടെ നാടായ മേട്ടുപ്പാളയത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കെ ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം ജോപ്പ, എന്നതാടാ ഇത്? നീ ഇത്രയും കാലം എവിടെയായിരുന്നു? ബോംബെയിലായിരുന്നു. അവിടെ എന്നായിരുന്നു പണി? വേഷം കണ്ട മനസ്സിലാവത്തില്ലടാ. ഇല്ല. സ്മഗ്ലിംഗ്, കള്ളക്കടത്ത്. അപ്പൊ ഈ പെട്ടിയിൽ സ്വർണ്ണ ബിസ്ക്കറ്റിന്റെ രത്നങ്ങളൊക്കെ ആയിരിക്കുമല്ലേ? അല്ല, നോട്ടുകൾ, പച്ച നോട്ടുകൾ. എവിടെ എന്റെ ആനി? എവിടാ എന്റെ ആനി? ആനി?
എല്ലാരും വണ്ടിയിലോട്ട് കയറിയട്ടെ, നമുക്ക് പോവാം. എനിക്ക് എന്റെ ആനിയെ കാണണം. ആനിയെ കാണാൻ ഞങ്ങളെയും കൂട്ടി ജോപ്പൻ ഉടനെ മേട്ടുപ്പാളയത്തേക്ക് പുറപ്പെട്ടു. മേട്ടുപ്പാളയത്ത് ഞങ്ങളെയും കാത്തിരുന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയായിരുന്നു. അന്ന് ആനിയുടെ മനസ്സമ്മതമായിരുന്നു. உனக்கு சம்மதமா? சம்மதம். ஆனி, இந்த பீட்டரை உன் வருங்கால கணவனா ஏத்துக்கிறதுல உனக்கு சம்மதமா? സമ്മതം. ആ മറുപടി കേട്ട് ജോപ്പൻ തകർന്നുപോയി. അന്നു മുതൽ ആനിയാൽ ഉപേക്ഷിക്കപ്പെട്ട ജോപ്പൻ മദ്യവുമായി പ്രണയത്തിലായി. എന്നാ പിന്നെ ബാക്കി കൂടി പറഞ്ഞാൽ ഞങ്ങൾക്കങ്ങ് പോകാമായിരുന്നു എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ഒരു 2-2.25 മണിക്കൂർ ഞങ്ങളെ ഒന്ന് സഹിച്ചേക്കണേ പ്ലീസ്. കാരണം ഇത് ഞങ്ങളുടെ ജോപ്പന്റെ പ്രണയകഥയാ. അത് ഇങ്ങനെയാ, ഇങ്ങനെയേ പറയാൻ പറ്റൂ. അതുകൊണ്ടാ. കർത്താവേ, ഇപ്രാവശ്യമെങ്കിലും ഒന്ന് ഓക്കെ ആക്കി തരണേ. ഇവിടെ ചരിഞ്ഞിരിക്കും, ഇപ്പൊ വരാം. അമ്മച്ചേ, കളിച്ചോണ്ടിരിക്കാതെ അതങ്ങോട്ട് എഴുതി തീർക്ക. സൂസമ്മോ. പൗലച്ചനോ? എന്റെ ആങ്ങളയ്ക്ക് പുതിയ ആലോചനയായിട്ട് ഇറങ്ങിയതാണോ? ഒരു ശ്രമം. സൂസമ്മ നോക്കിക്കോ, തോപ്പനെ കെട്ടിച്ചിട്ടേ ഞാൻ മരിക്കത്തുള്ളൂ. എന്നാ പിന്നെ ഞങ്ങള് മരിക്കാനേ പോകുന്നില്ല കേട്ടോ. മോൻ പഠിച്ച് വലുതായിട്ട് വാ. നിന്നെ ഞാൻ തന്നെ കെട്ടിക്കും. അമ്മച്ചി എവിടെ? ഞാനിവിടെ ഉണ്ടടാ. ആ എന്നതാ കാര്യം? അമ്മച്ചി, ഞാൻ ജോപ്പിന് പറ്റിയ 2-3 കേസ് കെട്ടുകളായിട്ടാ വന്നേക്കുന്നേ. ഇത് പഴയ പോലെ അല്ല, നല്ല കിടിലൻ കേസുകളാ. പെമ്പിള്ളേരെ ഫോട്ടോ കണ്ട തോപ്പനല്ല, തോപ്പന്റെ അപ്പം വരെ അവിടെ വീഴും. ഞാനൊരു പ്രാസോപ്പിച്ച് പറഞ്ഞ അമ്മച്ചി കണ്ട ഇരുന്നേന്നേ. എന്നിട്ട് ഈ പിള്ളേരുടെ ഫോട്ടോ ഒന്ന് കണ്ടേ. സൂസമ്മ, ഇങ്ങോട്ടേ. സിനിമാ നടിമാര് മാറി നിൽക്കും. ഒരേ ഒരു മോള്, കുന്നംകുളത്ത് പേര് കേട്ട കുടുംബം. പെണ്ണ് അഡ്വക്കേറ്റ് വേണ്ടേ? എന്നാ ഇത് നോക്കിക്കേ. നേരത്തെ പറഞ്ഞേക്കാളും 1-ാം തരം കുടുംബക്കാരാ. എടുത്തുവാ, പാലാക്കുന്നേക്കാരാ. അതെങ്ങനെയാ? ഏത് പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചാലും ആനിയുടെ അത്രയും പൊക്കമില്ല, ആനിയുടെ അത്ര മുടിയില്ലാന്നും പറഞ്ഞ് മുടക്കത്തില്ലേ തോപ്പൻ? എന്നാ ഇതൊന്ന് നോക്കിക്കേ. ഇത് നീ ഇതൊന്നും എന്നെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ജോപ്പൻ സമ്മതിക്കണ്ടേ? ആദ്യം അവനെ കൊണ്ടുപോയി കാണിക്കേ, എന്നിട്ട് നോക്കാൻ ബാക്കി. അതിന് ജോപ്പൻ എവിടെ? അവൻ കബഡി കളിക്കാൻ പോയി. ഇന്ന് ഫൈനൽ അല്ലേ? ഓ, ഫൈനല് നെടുങ്കണ്ടത്ത്. ദൈവമേ, ഇപ്പൊ വെച്ച് വിളിച്ചാൽ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ചെല്ലാം. അപ്പൊ ഞാൻ വന്നിട്ടാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഫൈനൽ മത്സരം ആരംഭിക്കുക. നെടുങ്കണ്ടത്തിന്റെ മണൽത്തരികളെ പോലും രോമാഞ്ചമണിയിച്ചുകൊണ്ട് 44ാമത് ഉലഹന്നാൻ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടി കബഡി മത്സരത്തിന്റെ ഫൈനൽ മത്സരം വാഗ്ദാനത്തിന്റെ സ്വന്തം അവറാച്ചൻ മുതലാളി, ആ കാര്യം ഞങ്ങൾക്ക് കിട്ടേര്. ഇനി ഒരിക്കലും പരസഹായം ഇല്ലാതെ ആ ജോപ്പന് കക്കൂസി പോലും പോകാൻ പറ്റില്ല. ആ അമ്മാതിരി പൂട്ടി ഞങ്ങൾ പൂട്ടും. അത് മതി. എപ്പോഴൊക്കെ താൻ കളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ കപ്പ് നേടിയിട്ടുള്ള എങ്ങനെയുണ്ട് എന്റെ പുതിയ ഇറക്കുമതി? നല്ല മൂരിക്കുട്ടന്മാരാ. ഇത്തവണ ജോപ്പന്റെ വാരിയല് മുറുങ്ങണം. എത്രയും പെട്ടെന്ന് കബഡി കളത്തിൽ അണിനിരക്കേണ്ടതാണ്. ഇതാ നമ്മുടെ പ്രിയങ്കരനായ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള വാരിയേഴ്സ് വാഗ്ദാനം കോർട്ടിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വാഗ്ദാനം വാരിയേഴ്സിന്റെ വരവ് കണ്ടാൽ തന്നെ അറിയാം അല്ലടാ, നമ്മുടെ തോപ്പനും പിള്ളേരും ഇതുവരെ വന്നു. ജോപ്പനും പിള്ളേരും അല്ലേ സകല ബീവറേജിലും ഇറങ്ങിയിട്ടല്ലേ എത്തത്തുള്ളൂ. അച്ഛനും കൂട്ടിയിരുന്നാട്ട് അങ്ങോട്ട് നീങ്ങിയില്ലടാ. തോപ്രാങ്കുടി ചേഴ്സിന്റെ ടീം അംഗങ്ങൾ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് കോർട്ടിൽ ഹാജരാവേണ്ടതാണ്. എവിടെ പോയി കൊടുക്കണം? ചിലപ്പോ തോക്കൊന്ന് മേടിച്ച് മുങ്ങിയതായിരിക്കും. ഇവനേതാടാ ഈ അൽപ്പൻ? ബ്ലേഡ്, അവറാച്ചൻ, കുങ്കന. ഫസ്റ്റ് കോൾ ഫോർ ചേഴ്സ് തോപ്രാങ്കുടി. Second call for cheers Toprangudi. Cheers. Last and final call for cheers Toprangudi. ഇതാ എത്തിപ്പോയി തോപ്രാങ്കുടിയുടെ നായകൻ. എപ്പോഴൊക്കെ താൻ മത്സരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ കപ്പ് നേടിയിട്ടുള്ള തോപ്രാങ്കുടിയുടെ വീരനായകൻ തോപ്പിൽ ചോപ്പനും കപ്പ് നേടുവാനായി കുണുങ്ങി കോർട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കുണുക്കം എതിരാളികളെ കുടുക്കുവാനുള്ള കുണുങ്ങിയുള്ള കുലുക്കം എക്കാലത്തും ജോപ്പൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണ്. ഈ കുണുക്കം എതിരാളികളുടെ നടുക്കമായി മാറാൻ ഏതാനും നിമിഷങ്ങളെ ബാക്കി. ആളുകളെ ആവേശിച്ചാണ് തോപ്രാങ്കുടി കോർട്ടിലിറങ്ങിയിരിക്കുന്നത്.
എന്നതാണ് ഈ കാണിക്കുന്നത്? അതച്ഛ ഈ കബഡിയിൽ ഇത് തോപ്പന്റെ സ്ഥിരം നമ്പറാ. ആ അത് ഈ ഓപ്പോസിറ്റ് ടീമിനെ ബാക്ക് കാണിച്ചു കൊടുക്കാന്നുള്ളൂ. അത് ഈ അച്ഛൻ കേട്ടിട്ടില്ലേ കുണ്ടിരാശി കുണ്ടിരാശി ഇതിന് കുണ്ടി നല്ല രാശിയാ. ഇരു ടീമുകളും പരസ്പരം കൈകൊടുത്തുകൊണ്ട് നിനക്ക് വേണ്ടി പ്രത്യേകം കൊച്ചി നിറക്കിയ പിള്ളേരാ. എങ്ങനെയുണ്ട്? അതെന്നാ സാറിന്റെ നാട്ടിലൊന്നും ചങ്കറപ്പുള്ള ആമ്പിള്ളേരില്ലായിരുന്നു. കൊച്ചിന്നായാലും ശരി ഗോവർന്നായാലും ശരി ഞങ്ങൾക്ക് തോപ്പറാൻ കൊടുക്കാൻ തന്നെ മതി കേട്ടോ. സാറ് കളിച്ചാ രണ്ടാം നമ്പർ താരം ഇക്ബാൽ ഇതാ ആദ്യ റൈഡിന് ഇറങ്ങിയിരിക്കുകയാണ്. ആവേശകരമായ മുന്നേറ്റമാണ് പാകിസ്ഥാനത്തിന്റെ മട്ടാഞ്ചേരിയിൽ ഇക്ബാലിനെ തളയ്ക്കുവാനുള്ള സമരമാണ് ചേസിന്റെ ശാസ്ത്രം. പക്ഷേ ഇതാ ഷാജിയുടെ കയ്യിൽ നിന്ന് ഒരു വരാലിനെ പോലെ വഴിയിരിക്കുകയാണ് ഇക്ബാൽ. ഇതാ അവൻ എണ്ണയിട്ടുണ്ട്. സോണിയുടെ കയ്യിൽ നിന്ന് വളരെ വിശക്തമായി മാറിയിട്ടുണ്ട്. ആദ്യത്തെ റൈഡിൽ തന്നെ വാഗത്താനത്തിന് വേണ്ടി 2 പോയിന്റാണ് ഇക്ബാൽ നേടിയിരിക്കുന്നത്. 2 പോയിന്റ്. ഇതാ തോപ്രാംകുടി ചേഴ്സിന് വേണ്ടി അവിടെ മിന്നും താരം അരവിന്ദൻ ഇതാ റൈഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. ആവേശകരമായ മുന്നേറ്റമാണ്. ഇതാ ഇതാ തങ്ങളുടെ എതിർ ടീമിന്റെ പോയിന്റ് നിലയേക്കാൾ ഏറെ മുന്നിലെത്താനാണ് അരവിന്ദന്റെ ശ്രമം. അരവിന്ദനെ വിടയുകയാണ് അരവിന്ദൻ. ഇപ്പോൾ 3 പോയിന്റ് മുന്നിലാണ് വാരിയേഴ്സ് വാഗത്താനം. വാരിയേഴ്സ് വാഗത്താനത്തിന്റെ ക്യാപ്റ്റൻ SI ജോർജ് സാർ വളരെ ആവേശപൂർവ്വം കോർട്ടിലേക്ക് റൈഡിനിറങ്ങിയിരിക്കുകയാണ്. ജോർജ് സാറിന് തളച്ച് തങ്ങളുടെ ആദ്യ പോയിന്റ് നേടുവാനുള്ള ശ്രമത്തിലാണ് എന്നാൽ ആദ്യ ശ്രമം തന്നെ ജോർജ് സാർ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. സമ്പന്നനായ ബാപ്പിച്ചായനെ കൊണ്ട് SI ജോർജ് സാർ റൈഡ് പൂർത്തിയാക്കിയപ്പോൾ വാരിയേഴ്സ് വാഗത്താനം 5 തോപ്രാംകുടി 0. ഇതാ റഫറി ഒരു ചെറിയ ടൈം ഔട്ട് വിളിച്ചിരിക്കുകയാണ്. ഒരു ഷോർട്ട് ബ്രേക്ക്. സിയേഴ്സിന്റെ മേൽ ആദ്യമായി ആധിപത്യം ഉറപ്പിച്ചതിന്റെ സന്തോഷത്തിലാണ് വാരിയേഴ്സിന്റെ പ്രതിനിധികൾ. ഇതാ ടൈം ഔട്ട് കഴിഞ്ഞു. കളി വീണ്ടും ആരംഭിക്കുകയാണ്. സിയേഴ്സ് തോപ്രാംകുടി ടീമിന്റെ അവരുടെ എക്കാലത്തെ മികച്ച റൈഡർ അവരുടെ ഹീറോ തോപ്പിൽ ചോപ്പനാണ് റൈഡിനിറങ്ങുന്നത്. അതെ ജോപ്പനെ കീഴടക്കി വിജയം ഉറപ്പിക്കാനാണ് അവർ ആദ്യം പരിശ്രമിക്കുന്നത്. എന്നാൽ ജോപ്പൻ കീഴടങ്ങുന്നില്ല. ജോപ്പനെ വാരിയേഴ്സ് കീഴടക്കും. അതോ വാരിയേഴ്സിനെ പുലിക്കുട്ടികളെ കീഴടക്കി ജോപ്പൻ സെൻട്രൽ ലൈൻ ആവേശത്തിലേക്കാണ് ഈ മത്സരം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജോപ്പൻ ഇതാ സെൻട്രൽ ലൈനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വാരിയേഴ്സിന്റെ മനോജ് ജോപ്പന് നേരെ ഒരു ചിത്രപ്പുലിയെ പോലെ പാഞ്ഞു വരികയാണ്. ഇത് ജോപ്പന്റെ നില പരിമിതിയിലാക്കുന്നത് ഉറപ്പാണ്. എന്നാൽ ജോപ്പൻ സർവശക്തി ഉപയോഗിച്ച് മുന്നേറുകയാണ്. സെൻട്രൽ ലൈൻ സാറേ ഈ കബഡി കളി ഒരു നേരെന്നറിയുള്ള കളിയാ. അതുകൊണ്ട് ചതിക്ക് ചതി ചെയ്യാത്ത, അല്ലാതെ പണിയറിയാഞ്ഞിട്ടോ പണിയാനറിയാഞ്ഞിട്ടോ അല്ല. എന്നാലും അരുവിത്തറ പള്ളിയിലെ പെരുന്നാൾ കളിക്കുകയാണ്. വരട്ടെ, വാടാ വാടാ. അന്ന് ഞങ്ങളുടെ അപ്പന്മാരോട് പണ്ടവും പണവും ഒന്നും വേണ്ട, കാശ് ഇങ്ങോട്ട് തന്ന് കെട്ടിക്കോളാന്ന് പറഞ്ഞപ്പോ ഇത്ര ചതിയായിരിക്കും കർത്താവാണ് വിചാരിച്ചില്ല എന്റെ അച്ചോ. എന്നിട്ടിപ്പോ നിങ്ങൾക്കും പിള്ളേർക്കും ഒന്നിനും പ്രത്യേകിച്ച് കുറവൊന്നും ഇല്ലല്ലോ. വീട്ടിളവിനുള്ളതും കുട്ടികളുടെ പഠിത്തത്തിനുള്ളതും കൃത്യമായിട്ട് ജോപ്പന്റെ കമ്പനിയിൽ നിന്ന് മാസാമാസം എത്തിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഒന്ന് കാണണ്ടായോ അച്ചോ? ഒന്നും അല്ലെങ്കിലും ഞങ്ങൾ 2 പെണ്ണുങ്ങളല്ലേ അച്ചോ. ഞങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ അല്ലടി. ഇതൊക്കെ വന്ന് അച്ഛനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ചുമ്മാ കേട്ടോണ്ടിരിക്കാം അല്ലേ അച്ചോ? പണി എന്തെങ്കിലും കാണും. അച്ചോ പാതി രാത്രിയാകുമ്പോ കുടിച്ചു ബോധമില്ലാണ്ട് 4 കാലേ കയറി വരും. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ജോപ്പന്റെ വണ്ടി കാണുമ്പോ അത് കയറി ഒറ്റ പോക്കാ. അല്ലടി അപ്പൊ ഈ കാണുന്നതൊക്കെ അതിന് മാത്രം ആണുങ്ങൾ സമയം കണ്ടെത്തിക്കോളും. അച്ചോ ജോപ്പന് പെണ്ണും കുട്ടികളൊന്നും ഇല്ലാത്തോണ്ട് അതൊരു പ്രശ്നമല്ല. ഞങ്ങളുടെ കെട്ടിയോമാരുടെ സ്ഥിതി അതാണോ? അച്ഛൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് ജോപ്പനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. ഇതിപ്പോ ഈ ഇടവകയുടെ തന്നെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണല്ലോ.
വിടറോ അവളെ. 155ാമത്തെ പ്രാവശ്യം ഈ സിനിമ കാണുന്നത്. അവളെ വിടുമെന്നറിയാലോ, പിന്നെ എന്തിനാ പറയുന്നത്? എന്നാലും എനിക്ക് ഇവിടെ എത്തും എന്നെ കൺട്രോൾ പോകും. വില്ലന്മാരല്ലേ, ഇവന്റെയൊക്കെ സ്വഭാവം ഇപ്പം മാറുമെന്ന് ആർക്കറിയാം. എന്റെ ജോപ്പൻ ഇത് എന്നാത്തിന്റെ സുഖേടാ. ഒരേ സിനിമ തന്നെ എപ്പോഴും എപ്പോഴും കണ്ടോണ്ടിരുന്ന ബോറടിക്കത്തില്ലേ? ബോംബെന്ന് വരെ പടം മാറിപ്പോയി. എടാ, അയാളുടെ കാശ് കൊണ്ട് അയാൾ വാങ്ങിച്ച തിയേറ്റർ, അയാൾ വാങ്ങിച്ച പ്രൊജക്ടർ, അയാൾക്ക് ഇഷ്ടമുള്ള തിയേറ്റർ, അതിന് നിനക്കല്ലാടാ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ജോപ്പന് ജീവനാ, പ്രത്യേകിച്ച് ദിൽവാലെ. കർത്താവ്, ഇപ്പോഴൊന്നും കറണ്ട് പോവല്ലേ? ആദ്യം മുതൽ പിന്നെയും കാണ്ടി വരും. ഒന്ന് ഓടി കേറുമങ്ങളെ. സമാധാനം. ഹലോ, ആ എന്നാ തരാവട്ടെ, പറ. എടാ, നിങ്ങളുടെ പാപ്പിച്ചായനെ കള്ളു കുടിച്ചു വണ്ടി ഓടിച്ചതിന് SI സാർ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ചേട്ടനാ ഫോണാ ബാബു സാറിന്റെ ഇരുന്ന് കൊടുത്തേ. ബാബു സാർ കഴിഞ്ഞ ആഴ്ച ട്രാൻസ്ഫർ ആയി പോയി. ഇത് പുതിയ ആളാ. ആളിച്ചിരി പ്രശ്നക്കാരനാ. നീ എന്തായാലും ഒന്നിങ്ങോട്ട് വാ. ഞാൻ വന്നേക്കാം. എടാ, നിർത്തിയടാവേ, നീയൊക്കെ വരുന്നെങ്കിൽ വാടാവേ.